സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോണത് ഈ രണ്ട് ട്രേഡ് ഉണ്ടല്ലോ, ഈ രണ്ട് ട്രേഡിന്റെ റീസൺസ് കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഈ ട്രേഡ് കിട്ടിയിട്ടുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ വീഡിയോയിലോട്ട് പോണതിൻ്റെ ഉടനെ തന്നെ നിങ്ങൾ ഈ വീഡിയോ മറക്കാതെ തന്നെ ഇപ്പം തന്നെ ലൈക്ക് അടിച്ചോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചാനൽ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഫോളോ ചെയ്തോ. ഓക്കെ, നിങ്ങളെ ഇഷ്ടമാണ് ചാനൽ ഫോളോ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റും ചെയ്തോ. ഓക്കെ, സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഈ ട്രേഡ് ബി ടി സിയിലാണ്. നമുക്ക് 2 ദിവസമായിട്ടാണ് ഈ ട്രേഡ് കിട്ടിയിട്ടുള്ളത്. ഒന്ന് മിഞ്ഞാന്നും ഒന്ന് ഇന്നലെയാണ് ട്രേഡ് കിട്ടിയിട്ടുള്ളത്. സോ രണ്ടും ടി പി ആണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ട്രേഡിന്റെ റീസൺസ് പറഞ്ഞുതരാം. ഫസ്റ്റത്തെ ട്രേഡിൽ നമുക്ക് ഇവിടെ ഒരു ചെറിയ ബോസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ബോസ് കിട്ടിയിട്ടുണ്ട്. സോ ഒരു ബ്രേക്കോ സ്ട്രക്ചറും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബ്രേക്കോ സ്ട്രക്ചർ കിട്ടുമ്പോൾ നോർമലി നമുക്ക് എന്ത് കിട്ടും? ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടും. ആ ഓർഡർ ബ്ലോക്ക് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ ഇത് ലിക്വിഡിറ്റി സ്വീപ്പ് അല്ല, ലിക്വിഡിറ്റി റൺ ആണ്. സോ ഇതിന്റെ മേലത്തെ ലിക്വിഡിറ്റി കവർ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത് സൂം ചെയ്ത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതിന്റെ ഹൈ എടുത്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ അത് ലിക്വിഡിറ്റി റൺ ആണ്. എന്തായാലും അത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാതെ തന്നെ അടിയിലോട്ട് പോവുകയാണ്. സോ നമ്മൾ എന്ത് ചെയ്തു? ഓർഡർ ബ്ലോക്ക് വരച്ചു. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്തു? കൺഫർമേഷൻ കിട്ടുന്നതിന്റെ പേര് വെയിറ്റ് ചെയ്തു. സോ 1 അവർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് 5 മിനിറ്റിലാണ് പോയി നോക്കേണ്ടത് എന്നുള്ളത്. സോ 5 മിനിറ്റ് പോയി നോക്കി. 5 മിനിറ്റ് പോയി നോക്കിയപ്പോൾ നമ്മൾ എവിടെയാ? ഇവിടെയാണ് അവസാനം ഉണ്ടായിട്ടുള്ള സ്വിങ്. ഈ സ്വിങ് ബ്രേക്ക് ആയത് ഇവിടെ നിന്നാണ്. സോ എന്ത് ചെയ്തു? ഇവിടെ ഞാൻ പെൻഡിങ് ഓർഡർ വെച്ചു. ഓക്കെ, 1:1 റേഷ്യോ ആണ് ഇതിൻ്റെ ഉള്ളത്. സോ സ്വിങ് ഞാൻ എന്ത് ചെയ്തു? 1:1 റേഷ്യോയിൽ ഞാൻ എന്ത് ചെയ്തു? വെച്ചു. വിത്തിൻ ഒരു 1 അവർ 1 or 2 ഹവേഴ്സിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് എന്തായി? വിത്തിൻ 1 or 2 ഹവേഴ്സിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ടി പി അടിച്ചു. സോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഒരു ക്യാൻഡിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഒരു ക്യാൻഡിൽ ഇറങ്ങി. അതായത് ഇവിടെ ഒരു ക്യാൻഡിൽ ഇറങ്ങി, അടുത്ത ക്യാൻഡിൽ ടി പി അടിച്ചു. ഇവിടെ ഈ ഒരു ട്രേഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2 ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. 2 പ്രാവശ്യം ഒരു ട്രേഡിൽ 2 ടി പി അടിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. സോ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ടി പി അടിച്ചു, എന്നിട്ട് അത് റീടെസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് പോയി. സോ ആ മുകളിലോട്ട് പോയപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെയാണ് അതിൻ്റെ റീടെസ്റ്റിങ്ങിൻ്റെ ഒരു ക്യാൻഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ട്രേഡ് ഇടായിരുന്നു. സോ എന്ത് ചെയ്തു? ആ ഒരു ക്യാൻഡിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇന്നർ ടൈം ഫ്രെയിംസിൽ ആ ക്യാൻഡിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഈ ഒരു റേഞ്ചിലേക്ക് ആ ക്യാൻഡിൽ വീണ്ടും തിരിച്ചെത്തിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ? ഈ ഒരു റേഞ്ച് തിരിച്ചെത്തി. ഇവിടുന്ന് വേണമെങ്കിൽ അടുത്ത എൻട്രി ഇടായിരുന്നു. ഈ ഒരു ഇത് ബ്രേക്ക് ആയപ്പോൾ രണ്ടാമത്തെ ടി പി അടിച്ചു. ഒരു ട്രേഡിൽ തന്നെ 2 ടി പി അടിക്കണത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. സോ അത് ഇവിടെ സംഭവിച്ചു. ഓക്കെ, ഫസ്റ്റ് ടി പി അടിച്ചു, സെക്കൻഡ് വീണ്ടും ടി പി അടിച്ചു. പിന്നെ അടുത്ത ട്രേഡ് ആണ് നമ്മളുടെ മെയിൻ. ഇന്നലെ നമ്മൾ ലൈവിൽ ഇട്ട ട്രേഡാണ്. ലൈവ് തുടങ്ങിയപ്പോൾ ഞാൻ ഇട്ട ട്രേഡായിരുന്നു അത്. സോ എൻ്റെ ഒപ്പം കുറേ പേര് ലൈവിൽ ട്രേഡ് ഇട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ടി പി അടിച്ചു. എല്ലാവർക്കും ടി പി അടിച്ചു. ടി പി ഇന്നലെ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് ടി പി അടിച്ചിട്ടുണ്ട്. ഇറങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഫസ്റ്റ് ടി പി അടിക്കുന്നത് തോന്നുന്നുണ്ട്. ആ ടി പി അടിച്ചു. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു ജസ്റ്റ് ഒരു സ്വിങ് പോലെ ഉണ്ടായിട്ടുണ്ട്. സോ ആ ഒരു സ്വിങ് ആണ് മൊത്തമായിട്ട് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ശരിക്കും അങ്ങനെയാണ് മാർക്ക് ചെയ്യുക. സോ എന്ത് ചെയ്തു? ഇവിടെ ഈ ഒരു പ്രൈസ് റേഞ്ച് എത്തിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടുന്നുണ്ടോ നോക്കി ഇന്ന ടൈം ഫ്രെയിംസിൽ. സോ ഞാൻ എന്ത് ചെയ്തു? 5 മിനിറ്റിൽ വന്ന് നോക്കി. 5 മിനിറ്റിൽ വന്നപ്പോൾ എന്ത് ചെയ്തു? ഇവിടെ നമുക്ക് ലാസ്റ്റ് 5 മിനിറ്റിൽ ഒരു സ്വിങ് ഉണ്ടായിട്ടുണ്ട്. ഈ സ്വിങ് ഞാൻ മാർക്ക് ചെയ്ത് തരാം. ഈ സ്വിങ് എന്തായി? ബ്രേക്കായി. ഈ സ്വിങ് ബ്രേക്കായി. എന്നിട്ട് എന്ത് ചെയ്തു? മാർക്കറ്റ് ഒന്ന് ഇറങ്ങിയിട്ട് റീടെസ്റ്റ് അടിച്ചു. റീടെസ്റ്റ് അടിച്ചിട്ട് ഈ ഒരു റിവേഴ്സിബിൾ ക്യാൻഡിൽ ഉണ്ട്. ഈ ക്യാൻഡിൽ ബ്രേക്ക് ആവണം നോക്കി. എന്നിട്ട് എന്തായി? ഇവിടെ ട്രേഡ് ഇട്ടു. ട്രേഡ് ഇട്ട് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ 5 മിനിറ്റിൻ്റെ ഉള്ളിലെങ്ങാണ്ട് ട്രേഡ് എന്തായി? അടിക്ക് ഇറങ്ങി. സോ നല്ലപോലെ അടിക്ക് ഇറങ്ങി. എന്നിട്ട് പിന്നെ അടിക്ക് കയറി ഇറങ്ങി കളിക്കും. പിന്നെ 2 അവർ പിന്നെ പോസ്റ്റ് ആയിരുന്നു. 2 അവർ ആ ക്യാൻഡിൽ നമ്മളെ വെച്ചിതാക്കി. പിന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു? ഈ ഒരു ക്യാൻഡിൽ ഫോമായി, അതായത് അടുത്ത ക്യാൻഡിൽ ഫോമായി, അതിൽ ടച്ച് ചെയ്തു. പക്ഷെ അതെന്താ? ടി പി അടിച്ചില്ല. സ്പ്രെഡ് കാരണം ടി പി അടിച്ചില്ല. ആ ടി പി അടിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു? അത് ഓൾമോസ്റ്റ് നമ്മൾ 3.5 മണിക്കൂറോളം ലൈവ് ഇട്ടു. ഇന്നലെ 2 മണി വരെ നമ്മൾ ലൈവ് ഇട്ടിട്ടുണ്ട്. പുലർച്ചെ 2 മണി വരെ. 2 മണിക്കാണ് നമ്മൾ ലൈവ് നിർത്തുന്നത്. സോ എന്താ ഈ ഒരു ക്യാൻഡിൽ ഞാൻ ലൈവ് ക്ലോസ് ചെയ്തു. ലൈവ് ക്ലോസ് ചെയ്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത ക്യാൻഡിൽ ഫോമായി. ആ ക്യാൻഡിൽ എന്ത് ചെയ്തു? ടി പി അടിച്ചു. സോ ആ ക്യാൻഡിൽ ടി പി അടിച്ചിട്ട് അടുത്ത ക്യാൻഡിൽ എന്തായി? കുറച്ച് മേളിലോട്ട് കയറി ഈ ഒരു സ്വിങ്ങിൻ്റെ ലെവലെത്തി. എന്നിട്ട് എന്ത് ചെയ്തു? അത് ഒരൊറ്റ അടിക്ക് ഇറങ്ങി. സോ ഈ ക്യാൻഡിൽ പറയുമ്പോൾ 6:30 ക്യാൻഡിലായിരുന്നു. 6:30 ക്യാൻഡിൽ ഒറ്റ അടിക്ക് അടിയെത്തി. ഫുൾ ടി പി അടിച്ചു.
സോ ടോട്ടൽ നമുക്ക് ഏകദേശം $75-78 പ്രോഫിറ്റ് 2 ട്രേഡിലും കൂടി ചേർത്ത് നമുക്ക് കിട്ടി. സോ 2 ട്രേഡിൽ $78, ഏകദേശം 6000-7000 രൂപയോളം നമുക്ക് പ്രോഫിറ്റ് കിട്ടി. 5000-6000 രൂപയോളം പ്രോഫിറ്റ് കിട്ടി ഒരൊറ്റ ട്രേഡിൽ. ഈ ഒരു ഒറ്റ ട്രേഡിൽ തന്നെ നമുക്ക് എത്രയാണ് $47 പ്രോഫിറ്റ് കിട്ടിയത്. $47. ഓക്കെ, സോ ഇതാണ് ഈ ട്രേഡിന്റെ റീസൺ. ഫുൾ റീസൺ ആണ് ഞാനിപ്പോൾ പറഞ്ഞതെന്നുള്ളത്. ഇതേപോലത്തെ റീസൺസ് നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അത് വളരെ ഉപകാരപ്പെടും. നിങ്ങൾ നോക്കുക, പ്രൈസ് ട്രേഡിങ് ചെയ്ത് നോക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്പെടും. സോ ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തോ. ഓക്കെ, സോ നോ പ്രോബ്ലം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.